അറിയത്തില്ല, സ്വപ്നത്തിലൊന്നും അധികം ഇപ്പം അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, വരുന്നില്ല. പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ. ഭയങ്കര ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ എപ്പോഴൊരു നിറഞ്ഞ് തുളുമ്പി അടിക്കുന്ന ഒരു കണ്ണാണ് ഏട്ടൻ്റെ ഓൾറെഡി, എപ്പോഴൊരു നനവുള്ള കണ്ണാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ കണ്ണിങ്ങനെ വെള്ളം വരുന്നതായിട്ട് നമുക്ക് തോന്നും. കരയുന്ന, എപ്പം പറയും നിന്നെ നോക്കി കരയുന്നതല്ല, ആ ഒരു ജീവനുള്ള കണ്ണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഫോട്ടോ. അപ്പോൾ സൂചന ഓടി ഒന്ന്, വാവുക്കുട്ട നീ കണ്ടില്ലേടി, ലുധിയാമ്മ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, സ്വപ്ന വാവുക്കുട്ടേനെ. ഇതിനി ആര് നിന്നാലും പുള്ളി വാവുക്കുട്ടാന്നേ വിളിക്കത്തുള്ളൂ. ദേഷ്യം കയറിയ വാവുട്ടോ ഇങ്ങനെ വിളിക്കും, അല്ലാതെ വാവുക്കുട്ടെ വാവുട്ട ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി. പക്ഷെ അത് മരണമെന്ന് പറയുന്നത് ഒരു സത്യമാണ്. രേണുസുധിയുടെ ചേച്ചി കേൾക്കുന്നില്ലേ എന്തൊക്കെ വൃത്തികേട് കേൾക്കുന്നത്, രേണുസുധിയുടെ ഒരൊറ്റ ഫാമിലി മുഴുവൻ കേൾക്കുന്നില്ലേ. ഇതൊക്കെ ഒരു വ്ളോഗറിനെതിരെ കേസ് കൊടുത്തായിരുന്നല്ലോ കഴിഞ്ഞിടയ്ക്ക് കേസ്. ആ കേസ് നടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അതിന് ഡീറ്റെയിൽ പുറത്തു വിടാൻ പറ്റത്തില്ല. പിന്നെ അവരെ എനിക്ക് ഇറക്കി വിടാൻ പറ്റുമോ അവിടുന്ന്? നിങ്ങൾ നിങ്ങളുടെ പ്രായമായ അച്ഛനമ്മയെ ഇറക്കി വിടാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറക്കി വിടുമോ? കൊച്ചിനെ കൊണ്ടാണോ ഞാൻ അഭിനയിക്കാൻ പോകേണ്ടത്? കൊച്ചിനെ കൊണ്ടാണോ ജോലിക്ക് പോകുന്നത്? എൻ്റെ അപ്പനും അമ്മയും ജീവനോടുള്ളപ്പോൾ ഞാൻ എന്തിനാണ് കുഞ്ഞിനെ കൊണ്ട് അഭിനയിക്കാൻ പോകുന്നേ? ഇനിയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കൃത്യമായ സ്ഥലങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ശരി, ഞാൻ ചോദിക്കട്ടെ, അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ആരെയൊക്കെ ബോധിപ്പിക്കണം? ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി, ഈ പറയുന്നവരെല്ലാം പെണ്ണുമ്പിളയാണോ ഞാൻ അവരെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്? വേറൊരു വോയിസ് കേട്ട് ഞാനത് കേൾക്കാത്തതാണ്. ഒരു ആളെനിക്ക് അയച്ചപ്പോൾ അറിയാതെ അബദ്ധത്തിൽ ഞാൻ ഓപ്പൺ ആക്കിയതാണ്. ഇവള് കിച്ചുവിന് പോക്കറ്റ് മണി കൊടുക്കുന്നെന്ന് പറയുന്നത് നുണയാ. ഇവളാണോ പിന്നെ കൊടുക്കുന്നത് എൻ്റെ മകന് പോക്കറ്റ് മണി? ഈ പറഞ്ഞ ഇവളാണോ കൊടുക്കുന്നത് പോക്കറ്റ് മണി? ഇവളൊക്കെ ആരാണെന്ന്, എന്താ ഇവിടെയൊക്കെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ടോ? ഇവളോട് ഞാൻ ഇവളുടെ എന്തെങ്കിലും കാര്യം ഏതവളാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അബദ്ധത്തിൽ കേട്ടതാണ്. ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ രേണുവിന്റെ പേരുണ്ട്, പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇല്ല, വിളിച്ചിട്ട് ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും ഉണ്ടോ? വിളിച്ചാൽ എന്തായാലും പോകും. വിളിച്ചാൽ അത് എവിടെയാണല്ലോ, ഏത് പ്ലാറ്റ്ഫോമാണെങ്കിലും പോകും. ഇപ്പൊ രേണുസുധിക്ക് അപ്പുറം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അച്ഛനുമായിട്ടിരുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. മെയിൻ സ്ട്രീം ആയിട്ടിരുന്നിട്ട് ഒരു ചർച്ചയിൽ അച്ഛൻ ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നതിന് അത് ഞാൻ കണ്ടിരുന്നു. പൊട്ടിയിടുന്ന കാര്യവും ഫാനിന്റെ കാര്യവും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അവിടെ രേണുസുധിക്ക് അപ്പുറം രേണുസുധിയുടെ അച്ഛനെ വരെ ഇപ്പം ഈ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലും ചീത്ത വിളിക്കുന്ന രീതിയിലും കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിനെ എങ്ങനെ നോക്കി കാണുന്നു? രേണുസുധി എന്ന് പറയുന്ന ആളല്ലാതെ അതാ ഞാൻ പറഞ്ഞത്, ഇതിനു മുന്നേ അദ്ദേഹം എന്തുകൊണ്ടാണ് കേൾക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ രേണുസുധിയുടെ അച്ഛൻ എന്നുള്ളത് ഒരൊറ്റ പേര് കൊണ്ട്. രേണുസുധിയുടെ ചേച്ചി കേൾക്കുന്നില്ലേ എന്തൊക്കെ വൃത്തികേട് കേൾക്കുന്നത്, രേണുസുധിയുടെ ഒരൊറ്റ ഫാമിലി മുഴുവൻ കേൾക്കുന്നില്ലേ. ഇതൊക്കെ ഒരു വ്ളോഗറിനെതിരെ കേസ് കൊടുത്തായിരുന്നല്ലോ കഴിഞ്ഞിടയ്ക്ക് കേസ്. ആ കേസ് നടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അതിന് ഡീറ്റെയിൽ പുറത്തു വിടാൻ പറ്റത്തില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ ഫാമിലിയെ എന്നെ പറയുന്നതിന് എനിക്ക് വിഷയമല്ല. ഞാൻ കേട്ട് ഇപ്പം എൻ്റെ ചേച്ചി പറഞ്ഞാൽ രേണുസുധി കേട്ട് തഴമ്പിച്ച് പോയി അവിടെ തല, അല്ലെങ്കിൽ അവിടെ മനസ്സ്. പക്ഷെ അങ്ങനല്ല അവർ. എൻ്റെ ഒരൊറ്റ ബന്ധു അല്ലെ, എൻ്റെ ഒരു ഒറ്റ അപ്പൻ, എൻ്റെ ഒരു ഒറ്റ ചേച്ചി എന്നുള്ള, അല്ലെ എൻ്റെ അച്ഛൻ എന്നുള്ള, അല്ലെ എൻ്റെ അമ്മ എന്നുള്ള ഇതിലാണ് അവർ കേൾക്കുന്നത്. അപ്പം ഞാൻ പറയാതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങളുടെ കാര്യം നോക്കാതെ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ രേണുസുധിയെ പോലെ അത് എടുക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞൊന്നും വരില്ല. അവർക്ക് കഴിയാത്തതുകൊണ്ടല്ലോ അവരെല്ലാവരും ഞങ്ങൾ പോയി കേസ് കൊടുത്തത് മറ്റേ വ്ളോഗറിനെതിരെ. പിന്നെ വിഷമം ഉണ്ടെങ്കിലും അവർക്ക് വിഷമം കാണും, പക്ഷെ എന്നെ ഒരു വിഷമം അറിയിക്കത്തില്ല അവർ. അതാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത്. പിന്നെ അവരെ എനിക്ക് ഇറക്കി വിടാൻ പറ്റുമോ അവിടുന്ന്? നിങ്ങൾ നിങ്ങളുടെ പ്രായമായ അച്ഛനമ്മയെ ഇറക്കി വിടാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറക്കി വിടുമോ? ഇല്ല, ആരും ഇറക്കി വിടത്തില്ല. അവരെ എങ്ങനെ ഇറക്കി വിടും? ഞാൻ ഈ പോകുമ്പോൾ ആരാ നോക്കുന്ന കൊച്ചിനെ? ആ കുഞ്ഞിനെ ആരാ നോക്കുന്നത്? 5 വയസ്സേ ഉള്ളവന്. മൂത്ത കുട്ടിക്ക് 20 വയസ്സ് കഴിഞ്ഞ്, ഈ കുട്ടിക്ക് അതിലും 5 വയസ്സ്, 6 വയസ്സായില്ല അതിന്. അതൊരു ചർച്ചയായി വന്നു. അതിനൊരു മറുപടിയാണ് വേണ്ടത്. ശരിക്കും ആര് നോക്കും എന്നുള്ളൊരു വാചകം, എന്നുള്ളൊരു ചോദ്യം. അത് താഴെ വന്ന ആളുകൾ പറഞ്ഞത് അത് പ്രസവിച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ നോക്കണ്ടേ എന്നുള്ള രീതിയിലാണ്. അപ്പൊ പിന്നെ ചെലവിനെ തരുമോ? അതാ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ ഇരുന്നോളാന്നേ, അഭിനയിക്കാൻ പോകുന്നില്ല. മാസം 1 ലക്ഷം രൂപ കൊണ്ട് തരട്ടേന്നേ ചെലവിന് കൊടുക്കാം. കൊച്ചിനെ കൊണ്ടാണോ ഞാൻ അഭിനയിക്കാൻ പോകേണ്ടത്? കൊച്ചിനെ കൊണ്ടാണോ ജോലിക്ക് പോകുന്നത്? എൻ്റെ അപ്പനും അമ്മയും ജീവനോടുള്ളപ്പോൾ ഞാൻ എന്തിനാണ് കുഞ്ഞിനെ കൊണ്ട് അഭിനയിക്കാൻ പോകുന്നേ? അവരെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്, വേറെ ആരെ ഏൽപ്പിച്ചിട്ടല്ല പോകുന്നത്. അവർ പൊന്നുപോലല്ലേ അവനെ നോക്കുന്നത്. അതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള സത്യങ്ങളുണ്ട്, എൻ്റേതായിട്ടുള്ള എന്താ പറയുക ശരികളുണ്ട്. അത് ഞാൻ പറയുന്നു. അത് ചിലവർക്ക് ചൊറിയും. അതിന് കൃത്യമായൊരു മറുപടി എന്താ രേണു കൊടുക്കാത്തത്? ഞാൻ അത് ചോദിക്കുന്നത്. ഇതല്ലേ കൃത്യമായിട്ടുള്ള മറുപടി. ഇനിയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കൃത്യമായ സ്ഥലങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ശരി, ഞാൻ ചോദിക്കട്ടെ, അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ആരെയൊക്കെ ബോധിപ്പിക്കണം? ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി, ഈ പറയുന്നവരെല്ലാം പെണ്ണുമ്പിളയാണോ ഞാൻ അവരെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്? അല്ല, ഈ പറയുന്നവരെല്ലാം മകളാണോ ഞാൻ? അങ്ങനെ തന്നെ ഞാൻ പറയും. ഈ പറയുന്ന ഇവൻ്റെയൊക്കെ പെണ്ണുമ്പിളയാണോ രേണുസുധി?
ഇവരെല്ലാം ഈ ബോധിപ്പിക്കാൻ നടക്കാൻ വേണ്ടിയിട്ട് ഈ കമന്റ് ഇടുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായി. ഒരു സ്ഥിര വരുമാനത്തെ കുറിച്ച് ചിന്തിക്കട്ടെ ശരിക്കും. ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഈ ഒരു വർക്കുകളൊക്കെ വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു ബഹളം എന്തായാലും ഈ പറഞ്ഞ പോലെ ഇനി ഏത് വലിയൊരു നടിയാണെങ്കിലും ഒരു പരിധിയുണ്ട്. കാരണം നമ്മുടെ ലൈം ലൈറ്റിനും നമ്മുടെ ഒരു കാര്യങ്ങൾക്കും ഒക്കെ അതിനപ്പുറം മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ വേറെ ആരും ജോലിക്ക് പോകുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ വരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ സ്ഥിര വരുമാനം ആവശ്യമല്ലേ ശരിക്കും? ആവശ്യമാണ്. ഇപ്പം ഈ വർക്കുകളൊക്കെ ഇപ്പൊ പോട്ടെ, ഇതിപ്പം നമ്മൾ അങ്ങോട്ട് കയറി ചോദിക്കുന്ന വർക്കുകളോ കാര്യങ്ങളോ ഒന്നും അല്ല. വർക്ക് മീൻസ് ആൽബം ആണെങ്കിലും സിനിമ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ നല്ല നിലയിൽ നല്ല സംവിധായകന്മാരും എല്ലാവരും നല്ലവരാണ്, അതല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് നമ്മളെ കൊണ്ടൊരു വേഷം ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യിപ്പിക്കട്ടെ. മുതലെടുക്കുന്നവരുണ്ടോ? ഉള്ളവരുണ്ടല്ലോ, നമുക്കറിയാലോ. ഞാൻ ഈ കമന്റ് പറയുന്നവരോ സംഭാഷണം തന്നവരോ അല്ലാതെ കൂടെ നിൽക്കുന്ന അങ്ങനെ ആളുണ്ട് തോന്നുന്നു. അങ്ങനെ എനിക്ക് കൂടെ നിൽക്കുന്ന എനിക്കങ്ങനെ അധികം വലിയ ആൾക്കാരോ ആൾബലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. സാധാരണക്കാരല്ല, അതിനും അപ്പുറം എന്തുവാണോ താഴേക്കുള്ള ആളാണ് ഞാൻ. ഇപ്പം ഉന്നത കുലജാതരോ ഒന്നുമല്ല ഞാൻ, സാധാരണക്കാരിയാണ് ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ പിടിപാടോ അങ്ങനെ ആളൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ അവരെന്നെ കൊണ്ട് എന്നെ കാണിക്കാനാ. ഈ ശരിക്കും ഈ പറഞ്ഞ വളരെ തുച്ഛമായ നമ്മൾ ഈ പറയുന്ന നമുക്ക് ഊഹിക്കാം ഈ പറഞ്ഞ നമ്മുടെ ആ ഷോർട്ട് ഫിലിമിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പം അഭിനയിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് എത്രത്തോളം നമുക്ക് അതിനകത്ത് നിന്ന് ഒരു റെമ്യൂണറേഷൻ കിട്ടുമെന്നുള്ളത്. ആ ഒരു റെമ്യൂണറേഷൻ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടോ ശരിക്കും? സത്യസന്ധമായി പറഞ്ഞ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നടന്നു പോകണ്ടേ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അരിയുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, റേഷൻ അരി ഉള്ളതുകൊണ്ട് നോ ടെൻഷൻ. അപ്പം പിന്നെ ബാക്കി കൊച്ചിൻ്റെ കാര്യമോ പപ്പ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളാണ്. ഡെയിലി ആള് ഒരു 5-8 ഗുളികയെങ്കിലും കഴിക്കും. ഈ അറ്റാക്ക് ഒരു ഇതിട്ടേക്കുമാണ് എന്താ എനിക്കറിയില്ല, സ്റ്റെഡ്, ഓക്കെ സോറി, അറിയില്ലത് പറയാൻ. അത് ഇട്ടേക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് എന്നും ടാബ്ലറ്റ് വേണം. അതുപോലെ ഇവിടെ വേറൊരു പ്രോസ്റ്റോട്ട് ഗ്രന്ഥിയോ എന്താ അതിൻ്റെ പേരറിയില്ല, അങ്ങനെ എന്തോ സംതിങ്, എനിക്കറിയില്ല, പേരറിയില്ല. നിങ്ങൾ കളിയാക്കുന്നൊരു കളിയൊക്കെ കുഴപ്പമില്ല, എനിക്ക് അറിയില്ല അതൊന്നും. അപ്പം അത് ഓപ്പറേഷൻ സൂചേട്ടൻ മരിക്കുന്നതിൻ്റെ തലേന്നായിരുന്നു സീരിയസ് ആയിട്ട് കിടന്നത്. ഓപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. സൂചേട്ടനാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് പപ്പായെ ഇറക്കിക്കൊണ്ട് വരുന്നത്. സൂചേട്ടൻ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ഏട്ടൻ മരിക്കാനുള്ള ആ ഒരു യാത്രയിലേക്ക് പോകുന്നത്. മരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആ അവസാന യാത്രയിലേക്ക് പോകുന്ന പ്രോഗ്രാമിലേക്ക്. അപ്പം തലേന്ന് കൂടുതലായിട്ട് കിടക്കുമായിരുന്നു പപ്പായ്ക്ക്. അപ്പം ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പോൾ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് വിടാൻ പറ്റുമോ ജോലിക്ക്? പ്രായമുള്ള മനുഷ്യരല്ല, അവരെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. ആരും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ചേച്ചിയാണെങ്കിലും ചേച്ചിയെ കൊണ്ട് ഒരു ചെറിയൊരു ക്ലിനിക്കിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ഇപ്പം അവളുടെ ഫാമിലി നോക്കണ്ടേ, അവളുടെ ഫാമിലി അവൾ തൊട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അടുത്ത് ഞങ്ങൾ വിളിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഒരു എന്തെങ്കിലും ആപത്ത് വന്നാൽ ഈ പ്രായമുള്ള അപ്പനെയും അമ്മയും ഞാൻ എന്നെ ചെയ്യും. അപ്പോൾ വിളിക്കാൻ ആരെങ്കിലും വേണ്ടേ? അതിന് തൊട്ടടുത്ത് അവിടുന്ന് വാടകയ്ക്ക് മാറിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകെ വാടകയ്ക്ക് താമസിക്കാം. ആ വീട് ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കണം, അല്ല ഞങ്ങളുടെ വീട്ടിലല്ല അവർ താമസിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നോക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിൽ സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിൽ വരും പപ്പായമ്മയും. എന്നിട്ട് വൈകിട്ട് ചേച്ചി ജോലി കഴിഞ്ഞിട്ട് ഇവരെയും കൊണ്ടുപോകും. അല്ലാതെ എൻ്റെ വീട്ടിലല്ല അവർ കിടക്കുന്നത്. എന്തൊക്കെയാ ജനങ്ങൾ പറയുന്നത്? അത് പറച്ചില്ല. ഈ മൂത്താളുടെ വ്ലോഗ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കിട്ടിയ സമ്മാനങ്ങളെല്ലാം വാരിക്കൂട്ടി ചാക്കിൽ കയറ്റി വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അതൊരു വലിയ ചർച്ചയിലേക്ക് മാറിയിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ റൂമിൽ ഞാൻ ചാക്കിൽ കെട്ടി കുപ്പത്തൊട്ടിലാണോ അത് എറിഞ്ഞേക്കുന്നത്? എൻ്റെ റൂമിൽ ചാക്കിലല്ല, അത് ഒരു കവറാണ്. അത് ഞാനത് കാണിക്കുന്നുണ്ട്, ഞാൻ മീഡിയയ്ക്ക് മുന്നേ കാണിക്കും. അത് ഉടനെ തന്നെ അത് വരും, ഞാൻ കാണിച്ചു. അത് ഞാൻ കാണിക്കും. ഞാനെടുത്ത് അത് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അതിനകത്ത് അതിനകത്ത് കർത്താവിൻ്റെ പടം വരെ, അതായത് കർത്താവിന് ഗിഫ്റ്റ് തന്നത് വരെ ഞാനത് സൂക്ഷിച്ച് വെച്ചതാണ്. അതെങ്ങനെയാണ് അത് ചാക്കി കെട്ടിക്കളയുന്നത്? എൻ്റെ റൂമിൽ വെച്ച സാധനം ഞാൻ അവിടെ ഇല്ലാത്ത സമയത്താണ് പിള്ളേർ, ഞാനില്ലാത്ത സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നും അത് അവരുടെ വീടാണ്, അവർക്ക് എപ്പം വേണമെങ്കിലും വരാം. ആ പിള്ളേരുടെ 2 പേരുടെ അവകാശത്തിലുള്ള വീടാണത്. സുധിച്ചേട്ടൻ്റെ 2 പിള്ളേർക്ക് ഒരേ അവകാശത്തിൽ കൊടുത്ത വീടാണത്. അവർക്ക് എപ്പം വേണമെങ്കിലും വരാം, എപ്പം വേണമെങ്കിലും പോകാം. അതിനൊന്നും ഞാനില്ലായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനുള്ളപ്പോൾ ഈ പിള്ളേരെ അലങ്കോലപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളുള്ള വീട് സാധാരണ ആൾക്കാർക്കറിയാം. അത് ഹൈജീൻ അല്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നല്ല ഒന്നാന്തരമായിട്ട് ഞാനുള്ളപ്പോൾ അമ്മയ്ക്ക് കൈ വയ്യാത്ത ഈ അമ്മയുടെ കൈയെല്ലാം ആ നീരിൻ്റെ ഇടയിൽ കൂടെയാണ് തുണിയെല്ലാം എടുത്ത് വെളിയിൽ. അന്ന് മഴയായിരുന്നു, മഴയത്തിരുന്ന കുഞ്ഞുങ്ങളെ 3 കുഞ്ഞു പൊടി പിള്ളേരാണ്, അവരെ നോക്കണം. അവരങ്ങോട്ട് തിരിയുമ്പോഴത്തേന് അവിടെയെല്ലാം അലങ്കോലമൊക്കെ ഈ പിള്ളേരുള്ള വീട്ടിലുള്ള പ്രശ്നമാണ്. ഞാനുണ്ടെങ്കിൽ എന്നെ പേടിയാണ് പിള്ളേർക്ക്. രേണുമ്മയുണ്ട്, അപ്പോൾ വെളിയിൽ കളിക്കാൻ രേണുമ്മ ഉണ്ടെങ്കിൽ അകത്ത് നശിപ്പിക്കാൻ പറ്റത്തില്ല, അറിയാം. ഞാൻ വഴക്ക് പറയും, ഋതപ്പ എന്നാടാ കാണിക്കുന്നത്? രേണുമ്മ ഉള്ളതുകൊണ്ട് ഞാനൊരു സാധനം അവിടെ വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കണം.
അല്ലെങ്കിൽ പിന്നെ വെളുപ്പിന് ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് ഞാൻ അതുപോലെ ഡ്രസ്സൊക്കെ അവിടെ എല്ലാം ഇട്ടിട്ടങ്ങ് കിടന്നുറങ്ങുന്നത്. ഞാനുള്ളപ്പോൾ എൻ്റെ ഒരു പരിധിപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കും ഒരു നാട്ടുകാർക്കും കുറച്ച് പേര് ഇപ്പോഴത്തെ പണ്ടത്തെ നാട്ടുകാരുടെ കാര്യമാണ് അവർക്കറിയാം. ഞാൻ എപ്പോഴും അടിക്കപ്പുറക്കം ഉള്ള ഒരു പ്രാന്താണ് എനിക്ക്. അടിക്കപ്പുറം രാവിലെ ഉച്ച വൈകിട്ട് ഇതെൻ്റെ ഒരു ദിനചര്യയാണ്. ഇപ്പോൾ ഈ ഷൂട്ടിനൊക്കെ പോകുന്നതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്തു നിന്നൊക്കെ ഈ ബസ്സിന് കയറി വരുമ്പോൾ തന്നെ ക്ഷീണമാണ്. നമ്മൾ കാറിൽ AC ഇട്ട് വരുമല്ലോ, ബസ് AC കിട്ടുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്ത് തരും. അങ്ങനെ വന്ന് അല്ലെങ്കിൽ ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണം. അങ്ങ് തുണിയെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് ഒറ്റ കിടപ്പേ കിടക്കത്തുള്ളൂ. എന്നാലും നേരെ ചുമ ഉറങ്ങാൻ പറ്റുമോ? മനസ്സൊരു സമാധാനത്തിലല്ലേ ഉറങ്ങാൻ പറ്റുന്നത്. ഇതെല്ലാം ഇങ്ങനെ കിടന്ന് ഞാനും ഒരു മനുഷ്യനല്ലേ. അപ്പം അന്നത്തെ ദിവസം മോൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ അവനെ വിളിച്ചായിരുന്നു. ഇവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്നില്ല. എനിക്ക് ഇവരെയൊക്കെ ബോധിപ്പിക്കാൻ പറ്റുമോ? വേറൊരു വോയിസ് കേട്ട് ഞാനത് കേൾക്കാത്തതാണ്. ഒരു ആളെനിക്ക് അയച്ചപ്പോൾ അറിയാതെ അബദ്ധത്തിൽ ഞാൻ ഓപ്പൺ ആക്കിയതാണ്. ഇവള് കിച്ചുവിന് പോക്കറ്റ് മണി കൊടുക്കുന്നെന്ന് പറയുന്നത് നുണയാ. ഇവളാണോ പിന്നെ കൊടുക്കുന്നത് എൻ്റെ മകന് പോക്കറ്റ് മണി? ഈ പറഞ്ഞ ഇവളാണോ കൊടുക്കുന്നത് പോക്കറ്റ് മണി? എന്തായാലും ഒരു തെളിവുണ്ടല്ലോ എല്ലാത്തിനും. ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും മാക്സിമം എല്ലാവർക്കും മാക്സിമം പോകാത്തൊരു സാധനമാണല്ലോ, ഡേറ്റയാണല്ലോ. എനിക്ക് വേണം ഇങ്ങനെ കൊണ്ട് കാണിക്കാം, എൻ്റെ മകൻ അയച്ച സാധനം എന്തെയാണ് നോക്ക്. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇവളൊക്കെ എന്നെ അറിഞ്ഞിട്ടാണ് ഈ വോയിസ് കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളാണോ എൻ്റെ വീട്ടിലെ കാര്യം? അവളുടെ വോയിസാ ഏതവളാണെന്ന് അറിയത്തില്ല. കിച്ചുവിനെ ഋതുവിനെയും അവൾക്ക് വേണ്ട. പിന്നെ ഇവളാണോ എൻ്റെ മക്കളെ നോക്കുന്നത്? ഈ പറഞ്ഞവളാണോ എൻ്റെ മക്കളെ നോക്കുന്നത്? ഇവളൊക്കെ ആരാണെന്ന് എന്താ ഇവിടേക്ക് വീട്ടിൽ ഞാൻ പോകുന്നുണ്ടോ? ഇവളോട് ഞാൻ ഇവളുടെ എന്തെങ്കിലും കാര്യം ഏതവളാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അബദ്ധത്തിൽ കേട്ടതാണ്. കേൾക്കാത്തൊരു ഞാനോർത്ത് ഈ ആൾ വേറെ വല്ല പാട്ടയച്ചു തന്നു ഓപ്പൺ ആക്കിയപ്പോൾ രേണു അവൾ കള്ളിയാണ്. അവൻ മൂത്തമ്മൻ കിച്ചുവിന് പൈസ കൊടുക്കുന്നതെന്ന് പറയുന്നത് നുണയാണ്. ഇവളാണോ എൻ്റെ കുഞ്ഞിന് പൈസ കൊടുക്കുന്നത്? ഇതൊക്കെ അതിന് കവിഞ്ഞുള്ള കാര്യമല്ല. ഞാൻ ഇതൊന്നും പറയാതിരിക്കുവാണ്. ഇപ്പൊ തന്നെ മാക്സിമം ക്യാമറയ്ക്ക് മുന്നാണ് എനിക്ക് അധികം ഭാവി പരിപാടി ചോദിക്കുന്നോണ്ട് ഒരു കാര്യം ചോദിക്കാം. ഭാവി പരിപാടി ഈ ഭൂതത്തിന്റെ കയ്യിലല്ലേ? അതായത് ഈ ഭൂതങ്ങളുടെ കയ്യിലാണല്ലോ, ഈ നെഗറ്റീവ് അടിക്കുന്ന ഭൂതങ്ങളുടെ കയ്യിലാണ് എന്റെ ഭാവി പരിപാടി. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ദിലീപേട്ടന്റെ കൊച്ചിൻ കനിഫൊക്കെ പറയുന്ന പോലെ, ഏതാ പഞ്ചാബി ഹൗസിൽ പറയുന്ന പോലെ ഈ ബിഗ് ബോസിലേക്കുള്ള സാധ്യതകൾ വല്ലതും ഉണ്ടോ? ഉണ്ടായിരിക്കും, ഉണ്ടാകാതിരിക്കായിരിക്കും. എന്നെ ഏതായാലും വിളിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഈ സീസണിൽ ഉണ്ടാവില്ല. ഉണ്ടാവോ ഇല്ലയോ എന്നല്ല, ഞാൻ വിളിച്ചാൽ പോകും, പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യമാണ്, ഞാൻ ഇത് സ്ഥിരം കാണുന്ന ഒരാളല്ലായിരുന്നു. ഷോർട്സ് ഒക്കെ കാണാറുണ്ട്. എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല പറയാൻ. ഈ വരുന്ന ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ രേണുവിന്റെ പേരുണ്ട്, പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇല്ല, വിളിച്ചിട്ട് ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും ഉണ്ടോ? ഇനി വിളിച്ചാൽ എന്തായാലും പോകും. വിളിച്ചാൽ അത് എവിടെയാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും പോകും. ഓക്കെ, വിളിച്ചാൽ സന്തോഷമല്ലേ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുന്നതല്ലേ, അതെന്ത് നമ്മൾ വേണ്ടാന്ന് വെക്കണം. വിളിച്ചാൽ എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയാത്തോണ്ട് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഒരു ക്ലിപ്പ് കൂടെ അഖിൽമാരാര് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ക്ലിപ്സ് ഉണ്ടോ? നിങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അഖിൽ പറഞ്ഞു, നമ്മളോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അവർക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. അത് എങ്ങനെ ജീവിക്കണം അവർക്ക് തീരുമാനിക്കാം. അതൊക്കെ കാരണം ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാനുള്ള നിയമപരമായ നിയമത്തെ അനുശാസിക്കത്തക്ക എന്ത് കാര്യങ്ങൾ അവർക്ക് കാണിക്കാം. സമൂഹത്തിനത് കണ്ടിട്ട് അനുകൂലിക്കാം, എതിർക്കാം. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കും. ഇനി അത് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് അവർ വീട്ടിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ പട്ടിണി കിടന്നാൽ അത് കൊണ്ടു കൊടുക്കാൻ ഈ മാന്യ വ്യക്തികൾ തയ്യാറായി കഴിഞ്ഞാൽ അവരെടുത്ത് അവർ ചിലപ്പോൾ നാളെ പരിപാടി അവർ അവസാനിപ്പിച്ചേക്കും. അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് അവർ ജീവിക്കട്ടെ. ഒരു മനുഷ്യരല്ലേ, നമ്മൾ വേറെ ദ്രോഹിക്കുന്നില്ല. എൻ്റെ അറിവിൽ അവരാരെയും ദ്രോഹിക്കുന്നില്ല. ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് അഖിൽമാരാര് പറയുന്നത്, ആ ബ്രദർ പറയുന്നത്. എന്റെ മൂത്താണ് ഇളയാണെന്ന് ഞാൻ അഖിൽ ബ്രദർ പറയുന്നത്. ബ്രോ പറയുന്നത് അതാണ്. കറക്റ്റ് അല്ലേ പറയണത്? ഒരുപാട് നല്ല നല്ല വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. കാരണം എന്നെ മനസ്സിലാക്കില്ല അവർ. അതുപോലെ തന്നെ അഖിൽമാരാര് പറയണത്. എന്തായാലും ഒരുപാട് സന്തോഷം. പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇനി രേണു സുധി ഇവരെല്ലാം പറയുന്നത് സ്വീകരിച്ച് വീട്ടിൽ ഇരിക്കാം. കൊണ്ടു കൊടുക്കട്ടേന്നേ, കൊണ്ടു തരട്ടേന്നേ അവര്. ഞാൻ ഏതായാലും അതിക്രമം കാണിച്ചോ, മോഷ്ടിച്ചോ, പിള്ളേരെ ആരെങ്കിലും പീഡിപ്പിച്ചോ, അല്ലെങ്കിൽ വല്ലവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചോ ഒന്നും പൈസ വാങ്ങിക്കുന്നില്ല. പോട്ടെ, സമൂഹത്തിലെ വേറെ പ്രവൃത്തികളുണ്ടല്ലോ പൈസ ഉണ്ടാക്കാൻ. ഞാനത് പറയുന്നില്ല, അത് അവർക്കും കൂടെ ഒരു പ്രശ്നമാകും. എന്തിനാ? അത് അവരുടെ തൊഴിലായിരിക്കും. ആ ഒരു തൊഴിൽ ചെയ്തു പോലും ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ. ഞാൻ ആകെ അഭിനയിക്കുന്നില്ല. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതിനാണോ പ്രശ്നം? പിന്നിലല്ലല്ലോ അഭിനയിക്കുന്നത്, ക്യാമറ പുറകിൽ നിന്ന് അഭിനയിക്കുമല്ലോ, അല്ല റൂമിനകത്തിരുന്ന് അഭിനയിക്കുമല്ലോ. ഓക്കെ, പുതിയ വെബ് സീരീസും കാര്യങ്ങളും കണ്ടന്റും ഒക്കെ വരുന്നു. ആദ്യം എനിക്ക് തോന്നുന്നു ദാസേട്ടല്ലേ കോഴിക്കോട് തുടങ്ങിയത്. അതൊരു തുടക്കമായി. അതൊരു ഈ പറഞ്ഞ പോലെ
ശരിക്കും അതെന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൽ അന്ന് ഒരു തുടങ്ങാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ദാസേട്ടനെ നേരത്തെ അറിയാം, അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലെങ്കിലും സുചേട്ടനുമായിട്ട് അറിയാം. സുചേട്ടനുള്ളപ്പോൾ ഒരു കൂട്ടൊക്കെ ആയിരുന്നു, അങ്ങനെ അറിയാം. അപ്പം ദാസേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, വല്ലപ്പോഴും സംസാരിക്കുമ്പോൾ ദാസേട്ടന് നമുക്കൊരു റീൽ ചെയ്യാം, ചേട്ടാ നമുക്കൊരു റീൽ ചെയ്താലോ. അപ്പം ഞാൻ ഈ ഫോണിൽ കൂടെ അല്ലേ ചെയ്തിട്ടുള്ളൂ, പ്രൊഫഷണലായിട്ടൊന്നും ഞാൻ പ്രൊഫഷണൽ ക്യാമിലോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ചെയ്യാം ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അപ്പം നീ പാട്ട് നോക്ക്, ഞാനും പാട്ട് നോക്കാം. അങ്ങനെ പാട്ട് നോക്കി. അപ്പം ഞാൻ പുള്ളി പാട്ട് നോക്കുകയാണ്. അപ്പം ഈ സംഭവം ഈ ചാന്ത് കുടഞ്ഞൊരു സൂര്യമനത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലില്ല, ഇങ്ങനൊരു പാട്ടില്ല. പുള്ളി അവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കാറിനകത്ത് പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുക പുള്ളിയുടെ ചെവിയിൽ. ഞാൻ വീട്ടിൽ നിന്നിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ കണ്ണിലുടക്കി ഈ പാട്ടാണ്. ഞാൻ അന്നേരം കോൾ ചെയ്തപ്പം ചേട്ടനെ വിളിച്ചിട്ട്, ഹലോ രേണു, ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട് മക്കളെ. എന്താ ചേട്ടാ? രേണു എടി ചാന്ത് കൂടെ. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കയ്യിൽ അതായിരിക്കും, ഞാനത് അങ്ങോട്ട് പറയാൻ വന്നതാണ്. കോയിൻസിഡൻസ് ആയി സംഭവിച്ചതാണോ അത്? പക്ഷെ ഭയങ്കര കേരളക്കര അവിടെ തുടങ്ങിയ ചർച്ചകളാണ് ഈ നിമിഷം ഈ മൊമെന്റിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളത്. ഇന്നും പറയും ചാന്ത് കുടഞ്ഞൊരു സൂര്യമാനത്ത്. ഇപ്പൊ ആ പാട്ടൊക്കെ ബസ്സിൽ കേൾക്കുമ്പോഴത്തേനും അന്നൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ അന്ന് ആദ്യ സമയത്ത് വിവാദം ഉണ്ടായപ്പോൾ എങ്ങനെയാ അത് കൈകാര്യം ചെയ്തത്? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്തു. ഞാൻ ഇപ്പൊ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞു ATM-ൽ നിന്നും പോലും പൈസ എടുക്കാൻ അറിയില്ലായിരുന്ന കാര്യങ്ങളെല്ലാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന രേണു എപ്പോഴാ ഇപ്പൊ കാണുന്ന രേണുവിലേക്ക് മാറിയത്? സുധിച്ചേട്ടൻ്റെ വിയോഗത്തിന് ശേഷം കുറേ അനുഭവങ്ങളുണ്ടായി. ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചു, ഒരു സിംഗിൾ പേരൻറ്റ്, സിംഗിൾ മാമാണ് ഞാൻ, വിധവയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഇത്രയും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു രേണു നിന്നെ വല്ല ഉരുക്കും കൊണ്ടുണ്ടാക്കിയ സാധനമാണോ നീ? കാരണം ഞങ്ങളൊക്കെ ഒന്ന് കേട്ട് രണ്ട് കേട്ട് ഒന്നെങ്കിൽ ഉത്തരത്തെ കെട്ടിത്തൂങ്ങും, അല്ലെങ്കിൽ ഈ പണി നിർത്തിയിട്ട് പിന്നെ പിച്ചക്കാരിയായിട്ട് തെണ്ടി വഴിയിൽ ഇങ്ങനെ നടക്കും. കേൾക്കുന്നതിൻ്റെ അപ്പുറത്താണ് രേണു സുധി നീ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞ തളരത്തില്ല, എന്നെ വന്ന് തല്ലിയാൽ എനിക്ക് വേണം. ഈ തളരാത്ത രീതിയിൽ ആളെ മാറ്റാൻ എന്താ സംഭവിച്ചതെന്ന് പുള്ളിന്നൊരു എന്തായാലും പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കാനുള്ളൂ. എൻ്റെ ഉള്ളിലൊരു മേ ബി നമ്മുടെ വിശ്വാസപ്രകാരമുള്ള സൂചിച്ചേട്ടൻ്റെ ആത്മാവിൻ്റെ ആ ഒരു ശക്തിയായിരിക്കും എനിക്ക്. അതിപ്പം വന്ന് അവൾ സൂചിച്ചേട്ടൻ്റെ ആത്മ, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ എന്തായാലും സൂചിച്ചേട്ടൻ്റെ കാര്യം പറയും. ഞാൻ ഇന്നും സുധിച്ചേട്ടൻ്റെ വൈഫാണെങ്കിൽ ഞാൻ ഇന്നും ആ പേര് ഉപയോഗിക്കും. രേണു സുധി എന്നുള്ള പേര് ഉപയോഗിക്കാൻ എനിക്ക് അർഹതയുണ്ട്, അവകാശമുണ്ട്. സുധിച്ചേട്ടൻ ഇപ്പോഴും കൂടെ ഉണ്ടെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായും. കുറച്ച് ദിവസമായിട്ട് എനിക്കൊന്ന് 2ാം വാർഷികമൊക്കെ കഴിഞ്ഞ്, ഇപ്പം 2 വർഷം കഴിഞ്ഞില്ലേ, ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചെന്ന് തോന്നുന്നു, എല്ലാം കഴിഞ്ഞ്. അപ്പം കുറച്ച് ദിവസമായിട്ട് ആ പ്രസൻസ് എന്തോ, ഞാൻ വീട്ടിൽ നിൽക്കാത്തതുകൊണ്ടാണോ എന്നറിയാം, ഇങ്ങനെ ഓട്ടമല്ലേ എന്തോ ഒരു, അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മകൾ എന്നുമുണ്ട്. ആ അന്ന് ജൂൺ 5-ന് ആൾ പോയ അന്ന് തൊട്ടുള്ള ഇന്നീ നിമിഷം വരെ ഒരു ദിവസം പോലും സൂചിച്ചേട്ടനെ ഓർക്കാത്ത, മനസ്സിൽ മറഞ്ഞു പോകുന്ന ഒരു, ഞാൻ ആ പേര് ഉപയോഗിക്കാത്ത ഒരു സമയമില്ല. വീട്ടിൽ പോലും ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും സൂചിച്ചേട്ടൻ എന്നുള്ള പേര് ഞാൻ പറയും 2 വർഷത്തിനിടയ്ക്ക്. ഇപ്പം മീഡിയയ്ക്ക് മുന്നിൽ വരെ ഞാൻ പറയുന്നില്ലേ ആ പേര്. അപ്പം കുറച്ച് ദിവസമായിട്ട് സൂചിച്ചേട്ടൻ്റെ സ്വപ്നം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എപ്പം പറയോ ഇവരുടെ സ്വഭാവം കൊണ്ടാണ് സൂചിച്ചേട്ടൻ സ്വപ്നത്തിൽ വരാത്തത്. എന്തുവാണ് ഇനിയിപ്പോ പറയും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇവൾക്ക് സ്വപ്നത്തിൽ വരാത്തത്. സത്യം പറഞ്ഞാൽ ഈ ക്ഷീണത്തിന്റെ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോ എന്നറിയത്തില്ല, സ്വപ്നത്തിലൊന്നും അധികം ഇപ്പം അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, വരുന്നില്ല. പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ. ഭയങ്കര ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ എനിക്കങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല, അത് ഏട്ടൻ തന്നെ തോന്നിച്ചാണോ എന്നറിയില്ല. ഞാൻ ആ പിക്കില്ലേ പടം, അതാണ് മെയിൻ പടം, അതിൽ ഞാനൊരു ചന്ദനം അങ്ങ് തൊട്ടു. എനിക്കങ്ങനെ തോന്നി. അങ്ങനെ തൊടേണ്ട കാര്യമില്ല. ഞാൻ ഉച്ചയ്ക്ക് ചന്ദനമൊക്കെ തൊട്ട് ഞാൻ പിന്നെ സുന്ദരനായാലും ആൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ സൂചിച്ചേട്ടാ. അപ്പം ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത, അത് ആർക്കും നിങ്ങൾക്ക് പുറമേ നിന്നുള്ളവർക്ക് മനസ്സിലാവുമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആളുടെ കണ്ണ് ചെറിയ കണ്ണാണ്. ഞാൻ പറയാം ഏട്ടാ ആനക്കണ്ണാണല്ലോ, കുഞ്ഞു കണ്ണാണല്ലോ എന്ന് എപ്പോഴും പറയാമായിരുന്നു. അപ്പം ഇങ്ങനെ എപ്പോഴും ഒരു നിറഞ്ഞു തുളുമ്പി അടിക്കുന്ന ഒരു കണ്ണാണ് ഏട്ടൻ്റെ ഓൾറെഡി, എപ്പോഴും ഒരു നനവുള്ള കണ്ണാണ്. അപ്പം അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ കണ്ണിങ്ങനെ വെള്ളം വരുന്നതായിട്ട് നമുക്ക് തോന്നും. എപ്പം പറയും നിന്നെ നോക്കി കരയുന്നതല്ല, ആ ഒരു ജീവനുള്ള കണ്ണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഫോട്ടോ. ഞാനിങ്ങനെ ചന്ദനം തൊട്ടിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഞാനിങ്ങനെ ഒന്നും ഓർത്തിട്ടില്ല, എനിക്കൊന്ന് കാണണം. പക്ഷെ ഇങ്ങനെ തൊട്ടാൽ കാണുമെന്നൊന്നും ആരും എന്നോട് പറഞ്ഞില്ല. എന്താണെന്നറിയത്തില്ല, അത്ഭുതം. ഞാൻ ഉച്ചയ്ക്ക് പോയി കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് ചുമ്മാ ഉറങ്ങി, എന്തോ ഷൂട്ട് കഴിഞ്ഞ് വന്നതാണ്.
എന്തായാലും സ്വപ്നത്തിൽ വന്ന് സംസാരിച്ച് എൻ്റെ അടുത്ത് വന്ന് എന്താ ഞാൻ സ്വപ്നം കാണുന്ന അറിയാലോ, ഒരു ഇങ്ങനെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി പോകണം. അപ്പം ചേച്ചിയുടെ മൂത്ത മോള് ഋതപ്പനെ ഇളയ ഋതപ്പനെ ഇങ്ങനെ ചാക്കല്ല ഇങ്ങനെ മറ്റേ ചാക്കെന്ന് സാരിയിൽ കെട്ടി ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ്. അപ്പോൾ സൂചന ഓടി വന്ന് വാവുക്കുട്ട നീ കണ്ടില്ലേടി ലുധിയാമ്മ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ സ്വപ്ന വാവുക്കുട്ടേന്ന് ഇതിനി ആര് നിന്നാലും പുള്ളി വാവുക്കുട്ടാന്നേ വിളിക്കത്തുള്ളൂ. ദേശീയകരെ വാവുട്ടോ ഇങ്ങനെ വിളിക്കും, അല്ലാതെ വാവക്കുട്ടെ വാവട്ടെ വാവുട്ട. അപ്പം അതെൻ്റെ അടുത്ത് വന്ന് സംസാരം. അപ്പം എൻ്റെ വിചാരം ആ നിമിഷം ഞാൻ ഓർത്ത് സൂചേട്ടനുണ്ട് വന്ന് തിരിച്ചു വന്ന് സൂചേട്ടാ ഞാൻ പറയാൻ കേട്ടോ. സൂചേട്ടൻ കുറേ നേരം അതായത് വീട്ടിൽ നിൽക്കുന്ന വേഷം ഒരു നിക്കർ ഇട്ടാൽ പിന്നെ വീട്ടിനകത്താണെങ്കിൽ ഷർട്ട് എടുത്തില്ല, പുറത്ത് വല്ലൊരു അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലേ ഷർട്ട് എടുത്തുള്ളൂ. അടുക്കളയിലൊക്കെ നിന്ന് അപ്പം പറയാം അടുക്കള പണിയാണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫുഡൊക്കെ. എനിക്ക് കിച്ചുവിനും വീട്ടുകാർക്കൊക്കെ നമ്മൾ ചിക്കൻ ഇപ്പം അമ്മയും പപ്പയും ചിക്കൻ എനിക്ക് വലിയ കറിയൊന്നും വെക്കാൻ അറിയാതെ അപ്പം ചിക്കൻ വെച്ചെന്ന് വെച്ചോ. അപ്പോൾ അത് ചൈനീസ് ഫുഡാക്കാനൊക്കെ സൂചേട്ടൻ ഇഷ്ടമാണ്. അതാണ് ഞാൻ ഈ അടുക്കളയെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കാപ്പി ഉണ്ടാക്കി തരാൻ പുള്ളിക്ക് ഇഷ്ടമാണ്. ആൾക്ക് ഞാൻ കാപ്പി കുടിക്കത്തില്ല, കാപ്പി ചായ ഒന്നും കുടിക്കത്തില്ല. ബിസ്ക്കറ്റ് പൊട്ടിച്ച് കൈ തരാൻ ഇഷ്ടമാണ്. ഞാൻ തിരിച്ച് വിളമ്പി കൊടുത്ത വാവട്ടെ അത് അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ വിളമ്പി തരാം വാവട്ട. അങ്ങനെ എന്നെ ഒരു മോളെ പോലെ നോക്കിയതാണ് ആള്. ഞങ്ങൾ 15 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു. മോളെ പോലെ നോക്കിയതാണ് അദ്ദേഹം. അപ്പം ആ ഒരു സ്വപ്നത്തിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉച്ചയ്ക്ക് ആ ചന്ദനവും തൊട്ടു ഞാൻ ഈ സ്വപ്നവും കണ്ടു. പെട്ടെന്ന് ഞാൻ കണ്ണു തെളിച്ചപ്പോൾ എല്ലാ സ്വപ്നം ഈ കിടന്ന് ബഹളവും ചാട്ടവും ഒക്കെ കാണുന്നതിനിടയിലും രേണു എന്ന് പറയുന്ന ആൾക്ക് ശരിക്കും എവിടെയത് ശരിക്കും ലാക്ക് ചെയ്യുന്നത് മിസ് ചെയ്യുന്നത്? ബഹളവും ചാട്ടവും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സുധിച്ചേട്ടൻ എന്നുള്ളൊരു വ്യക്തി എൻ്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. സത്യമായിട്ട് ആ ഒരു വിടവ് ഒരു മനുഷ്യർക്കും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി. പക്ഷെ അത് മരണമെന്ന് പറയുന്നത് നമ്മളങ്ങനെ കരയത്തില്ല, എന്നാലും മരണമെന്ന് പറയുന്നൊരു സത്യമാണ്. ആ സത്യത്തെ ഇനിയിപ്പം ഇതിൻ്റെ അടിയിൽ കമര് വരും, അവൾ കരയുന്നു, അവളെ ഗ്ലിസറിനിട്ട് പറഞ്ഞോട്ടെ, വിഷയമല്ല. എനിക്കറിയാം എൻ്റെ ലൈഫിൽ എന്തായിരുന്നു സൂചിച്ചേട്ടൻ എനിക്കറിയാം. ആ ഒരു വിടവ് ആരെക്കൊണ്ടും നികത്താൻ പറ്റാത്ത ഒന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും അല്ല ഓരോ നിമിഷത്തിലും എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് മൊമെന്റിലാണ് രേണു സ്വയം കരയുന്നത്? കരയാറുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്നുമല്ല, എന്നാലും കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് ഉറങ്ങുന്നത്. അപ്പം ചിലപ്പോൾ പൊട്ടിപ്പോകാറുണ്ട്. പിന്നെ എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്, അവരോട് മാത്രം ജസ്റ്റ് പൊട്ടിപ്പോകാറുണ്ട്. വേറെ ആരോടും അങ്ങനെ കരയാറില്ല, ആരുടെയും മുന്നിൽ കരയാറില്ല, വീട്ടുകാരുടെ മുന്നിൽ കരയാറില്ല. പക്ഷെ എന്നാൽ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ, തുറന്നു പറയാനുണ്ടായിരുന്നെങ്കിൽ എന്ന് വിതുമ്പി നിൽക്കുന്ന ഒരു മനസ്സായിട്ടാണോ ശരിക്കും നിൽക്കുന്നത്? എനിക്കറിയില്ല, എന്തോ ഇപ്പൊ ചേട്ടന്റെ കാര്യം ആലോചിച്ച് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര വല്ലാത്തൊരു അവസ്ഥ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ രേണുസുതി എന്ന് പറയുന്ന ഒരു പാവം, അല്ലെങ്കിൽ ആ ഒരു പാവം പെൺകുട്ടി. ഞാനായിട്ട് പറയുന്നില്ല, എന്നെ അടുത്തറിയാവുന്ന ഒരു നിമിഷമെങ്കിലും ഒരു നേരമെങ്കിലും എന്നോട് സംസാരിച്ച ഒരാൾക്കറിയാം ഞാൻ ആരാണ് എന്താണ്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി എന്താണ് ശരിക്കും അടുത്തൊരു ഫ്യൂച്ചർ പ്ലാൻ? ഈ ഒരു ഈ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകാൻ തന്നെയാണോ? യെസ്, ഇന്ന് വരെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിലനിൽപ്പ് സോഷ്യൽ മീഡിയയിൽ അറിയില്ല. അപ്പം എല്ലാവരും പറയുന്നത് കമൻറ്റ് ഞാൻ കണ്ടത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇവളെ എടുത്തിട്ടെന്ന് താത്തി നോക്കിയാൽ ഇവളെ കാണും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ജീവനോടുള്ളിടത്തോളം കാലം നമ്മൾ ജീവിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഏതായാലും സൂയിസൈഡൊന്നും ചെയ്യാൻ പോകുന്നില്ല. ദൈവം തന്ന ജീവൻ ദൈവത്തിന് മാത്രമേ എടുക്കാവുള്ളൂ, അധികാരമുള്ളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അതുപോലെ സൂചേട്ടൻ പറഞ്ഞുകൊണ്ട് പോകട്ടെ, എന്ത് വന്നാലും നമ്മൾ സൂയിസൈഡ് ചെയ്യരുത്. ദൈവം വിളിക്കുന്ന, ഞാൻ അങ്ങനെ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകണം, എങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അവിടുന്ന് മോളിൽ രേണുവേ പോരെന്ന് പറഞ്ഞാൽ പോവും, അല്ലാതെ ഞാൻ തന്നെ സൂയിസൈഡ്, ഇനി വല്ലവരും തല്ലിക്കൊല്ലണം എന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഹൈപ്പിൽ നിന്ന് എടുത്ത് താഴെ പോയാലും ഞാൻ എന്തിനാണ് തളരുന്നത്? കാരണം ഞാൻ ഹൈപ്പിൽ കയറാൻ വന്ന ഒരാളല്ല. മറ്റുള്ളവരെ പോലെ എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഹൈപ്പിൽ കയറ്റാവോ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കണം എന്ന് വന്ന ഒരാളല്ല. ഞാൻ ഫേമസ് ആകണം, ഞാൻ എന്താണ് ഓരോരുത്തർ സെൽഫി എടുക്കാം, ഓടിവാ, അങ്ങനെ ഒരാളേ അല്ല സുഹൃത്തുക്കളെ ഞാൻ. ഇനിയിപ്പം സോഷ്യൽ മീഡിയ എടുത്ത് താഴെ വന്ന് വെച്ചാലും. രേണുസുതിക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിഷയങ്ങളിൽ ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ, അവർ പറയട്ടെ, അവരവരുടെ വഴിക്ക് വിടാം. രേണുസുതിയുടെ വഴിക്ക് ജീവിക്കട്ടെ. എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഈ ഒരു എന്താ പറയാ, ആർക്കെങ്കിലും ഞാൻ അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ആളാണ്. ഞാൻ കാരണം ആരുടെയും മനസ്സ് ആരുടെ ആയിട്ടോ നെഗറ്റീവ് പറയുന്നവരെയോ പോസിറ്റീവ് ആരുടെ
മനസ്സോ ഞാൻ അറിയാതെ ആണെങ്കിൽ പോലും എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് പോലും നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, രേണുസുധിയെ മനസ്സിലാക്കാൻ ഈ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. ആഗ്രഹം നടക്കട്ടെ. ഓക്കെ.